വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ചെറുപെരുന്നാൾ നടന്നൊരു മഹാത്ഭുതം. ലോകത്ത് എവിടെയാണ് ഇങ്ങനൊരു സംഭവങ്ങൾ നടക്കുക? മറ്റൊന്ന്, ഒറ്റക്കൊരാൾ ജുമാ നിസ്കരിച്ചു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഫോട്ടോയുടെ പിന്നിലുള്ളൊരു യാഥാർത്ഥ്യം. ഒരാൾ പള്ളിയിൽ ഒറ്റക്ക് ജുമാ നിസ്കരിക്കുക, കൃഷ്ണൻ എന്ന് പേരുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് ഇത്ര ഫോട്ടോ എടുത്തത്. ഇതിൻ്റെ ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ചെറുപെരുന്നാളിൽ നടന്നൊരു അത്ഭുതം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്ത് ഇതുപോലെ ഒരു മാതൃക വേറെ എവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 90 ലക്ഷം മുസ്ലിങ്ങളുള്ളത്. ശരിക്കും കണക്കിൽ 1 കോടി മുസ്ലിങ്ങളുണ്ട്. കുറേ ഗൾഫിലും മറ്റൊക്കെ അവിടെ ആയിട്ട് പഴയ കണക്ക് പ്രകാരം കേട്ടോ, പുതിയ കണക്കുകളൊന്നും വന്നിട്ടില്ല. 1 കോടി മുസ്ലിങ്ങൾ നമുക്ക് തൽക്കാലം കൂട്ടാം. 90 ലക്ഷം മുസ്ലിങ്ങളുള്ള ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ പെരുന്നാളിൻ്റെ മാസപ്പിറ കണ്ടിട്ട് നടന്ന അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഈ 90 ലക്ഷം മുസ്ലിങ്ങളും കൂടി 2.5 കിലോ അരി ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര കിലോ അരി കൊടുത്തിട്ടുണ്ടാവും? ഒരു 2 കോടി കിലോയിലധികം, 2.5 കോടി കിലോയിലധികം വേണ്ട, 2 കോടി കൂട്ടാം നമുക്ക് കണക്ക് ശരി പിന്നാക്കാം. ഈ 90 ലക്ഷത്തിലെ തീരെ ഇസ്ലാമായിട്ട് ബന്ധമില്ലാത്ത, എന്നാലും ഓൻ്റെ വീട്ടിലുള്ള വീട്ടുകാർ കൊടുക്കുമല്ലോ, വീട്ടിലുള്ള പിറന്ന കുഞ്ഞിനടക്കം കൊടുക്കും. ചുരുങ്ങിയത് 2.5 കിലോ അരി, 2.5 കിലോ അരി. അത് പ്രകാരം നമ്മുടെ നാട്ടിൽ ഒരു 2 കോടി കിലോ അരികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആളുകൾക്ക് സൗജന്യമായിട്ട് റിലീഫായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര ക്യാഷാണ് ഇതിനു വേണ്ടി മാത്രം മുസ്ലിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവുക? അത്ഭുതം അവിടെയാണ്. ഇതിൻ്റെ ഫിത്ർ സക്കാത്തിൻ്റെ അരി നമ്മളൊരു ക്വാളിറ്റിയുള്ള അരിയാണ് പൊതുവെ മേടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഫിത്ർ സക്കാത്തിൻ്റെ അരി എന്ന് പറഞ്ഞിട്ട് ഒരു അരിന് വിപണിയിലുണ്ട്. ഞാനിത് പറയുന്നത് പവിഴം അരിയുടെ ഉടമ പറഞ്ഞ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ്. കിലോ അരിയുടെ വില ചിലയിടത്ത് 50, 48 റേറ്റ് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 2.5 കിലോ അരിക്ക് ഒരു 150 രൂപ. ഇത് വെച്ചിട്ട് 1.5 കോടി രൂപ മാത്രമാണ് ഈ ഒരു ചെറുപെരുന്നാളിൻ്റെ ഫിത്ർ സക്കാത്തിന് വേണ്ടി മാത്രം മുസ്ലിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ മറ്റു ആഘോഷങ്ങൾ നോക്കുക, അവിടെ നിങ്ങൾക്ക് ബീവറേജിൽ നിന്ന് കോടികളുടെ മദ്യം വിറ്റ കണക്ക് കേൾക്കുമ്പോഴാണ് രക്തത്തിൽ തന്നെ ജനങ്ങളെ സഹായിക്കാനുള്ള മനസ്സുള്ള ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം ഇത്രയും കോടിക്കണക്കിന് രൂപ ഒരൊറ്റ നിമിഷം, ഒരു രാത്രിയിൽ, ഒരു പെരുന്നാൾ പിറ കണ്ട ദിവസം ഈ റിലീഫായിട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ തന്നെ അവിടെ പണം അടക്കലാണ്. ആ പണം അടച്ചു കഴിഞ്ഞാൽ സർക്കാരാണ് അതിന് അവകാശികൾക്ക് കൊടുക്കുക. അവിടെ അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കുന്ന അരി കൊടുക്കല്ല. നമ്മുടെ നാട്ടിൽ ആ പഴയ സിസ്റ്റം പ്രകാരം ഈ രീതിയിൽ കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെയാവും. പക്ഷേ ഹനഫി മദ്ഹബിലൊക്കെ പണം കൊടുക്കാനുള്ള വകുപ്പുള്ളതുകൊണ്ട് കേരളം വിട്ടാൽ മറ്റ് നാടുകളിലൊക്കെ അധികവും ഹനഫി മദ്ഹബാണ്. അവരൊക്കെ പണം കൊടുക്കുക ചെയ്യുക. കേരളത്തിൽ ഇത്തരം റിലീഫ് നടത്താൻ ഈ ആളുകളെ പ്രേരിപ്പിച്ചൊരു ഘടകം അവരവരുടെ വിശ്വാസമല്ലേ. അതാണ് ഈ വിശ്വാസത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളത്. ഈ ഒരു ക്വാളിറ്റി അതാ ഞാൻ കാണുന്ന ഈ പെരുന്നാളിന് കണ്ട ഏറ്റവും വലിയ ഒരു റേഷൻ സമ്പ്രദായം. ഒരു റേഷൻ കാർഡും ഇല്ലാതെ ഒരു വ്യക്തിക്ക് 2.5 കിലോ അരി വെച്ചിട്ട് വെറുതെ കണ്ട് കൊടുക്കുക എന്ന് പറയണ ഇതൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഈ സിസ്റ്റത്തിന് ശരിക്കും ഫോളോ ചെയ്താൽ നാട്ടിൽ പട്ടിണി ഉണ്ടാവില്ല. പെരുന്നാൾ ഏറ്റവും വലിയ ക്വാളിറ്റി, ഒരാൾ പോലും അന്ന് പട്ടിണി കിടക്കരുത് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതാണ് ഞാൻ കണ്ടൊരു അത്ഭുതം. രണ്ടാമതൊരു കാര്യം, ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാനുണ്ട്. ഈ ഫോട്ടോയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കും. അതിൻ്റെ അടിക്കുറിപ്പ് എങ്ങനെയാണ്? പള്ളിയിൽ ഒറ്റക്ക് ജുമാ നമസ്കരിക്കുന്ന ഒരാൾ. ജുമാ നമസ്കരിക്കണമെങ്കിൽ കുറഞ്ഞത് 9 പേര് വേണം, അല്ല 40 പേര് വേണം. ഇങ്ങനെ പല കൗലുണ്ട്. വേണ്ട, നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം 40 ആണെന്നും, അതല്ല ചെറിയ കൗല് പ്രകാരം 9 ആണെന്നും. പിന്നെ എവിടെ നിന്നാണ് ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനൊരു ഫോട്ടോ വന്നത്? അപ്പോൾ ഈ ഫോട്ടോ എടുത്ത കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ഭയങ്കര തെറി വിളിച്ചുകൊണ്ട് കമ്പനിക്ക് നിസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. MA ബേബി ഇട്ടു പെരുന്നാളിൻ്റെ എല്ലാവർക്കും റംസാൻ ആശംസകൾ എന്ന്. എന്ത് കഥയാണ്! വിഷുവിന് ഓണാശംസകൾ ഇടുന്ന പോലെയാണ്. റംസാനൊക്കെ കഴിഞ്ഞ് ഇനിയുള്ളത് എന്താണ്? പെരുന്നാളാണ്. ഈദാശംസ ഒന്നും ഇവർക്ക് അറിയില്ല. മീർ ബിൻസി എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് ഈ ഒരു വ്യാജ ഫോട്ടോ, ഈ ഒരു തെറ്റായ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. പിന്നീട് മൂപ്പരെ നീക്കം ചെയ്തു. ഇതറിയാതെ പലരും ഇത് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളൊക്കെ ഇത് എന്ത് ചെയ്യും? പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ കൂടി അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ആ നാട്ടിലെ മാധ്യമപ്രവർത്തകനായ റിയാസ് എന്ന് പേരുള്ള ഒരാൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനാണ്, അതിനുപരി ഒരു കലാകാരനാണ്. ഇന്ന് ഈ ഒരു പ്രതികരണവുമായി വരേണ്ടി വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ന് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ച ഒരു തെറ്റായ ഒരു പോസ്റ്റിന്റെ സാഹചര്യത്തിലാണ്. അത് ഇപ്രകാരമാണ്. അത് ഞാൻ ആദ്യം വായിക്കാം. നാഥന് മുന്നിൽ ഏകനായി. റമദാനിലെ അവസാന വെള്ളിയായ ഇന്നലെ കണ്ണൂർ മഴൂരിലെ ജുമാ മസ്ജിദിൽ ഏകനായി ജുമാ നമസ്കാരം നടത്തുന്ന ഖത്തീബ്. അതിൻ്റെ അടിയിൽ ഫോട്ടോഗ്രാഫറുടെ പേരുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നാണ് ഫോട്ടോഗ്രാഫറുടെ പേര്. അപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ്. അത് ഇട്ടിരിക്കുന്നത് ഒരു സമീർ ബിൻസി എന്ന, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ സമീർ ബിൻസി എന്ന് പറയുന്ന ആളാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഏകാംഗ സംഘം അൽ ജുമുഅത്തുൽ ഫർദിയ ന്യൂസ് ബുമാറക് എന്ന് പറഞ്ഞ് ആണ് ഈ വ്യക്തി ഇട്ടിരിക്കുന്നത്.
അതായത് അതിനിടയിൽ വന്ന കമന്റുകൾ പരിശോധിച്ചപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ അധിക്ഷേപിച്ചും ഒക്കെയാണ് കമന്റുകൾ വന്നിട്ടുള്ളത്. ഈ സമീർ എന്ന് പറയുന്ന വ്യക്തിയോട് പറയാനുള്ള ഒരു കാര്യം, ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാതെ ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത് അങ്ങേയറ്റം ഹീനമായ ഒരു കാര്യമാണ്. കാരണം ഈ ചിത്രവും അതിന്റെ അടിക്കുറിപ്പും ശരിയായിട്ടുള്ളതാണോ, അതിൽ അത് എഡിറ്റ് ചെയ്യപ്പെട്ടതാണോ എന്നറിയാതെ, വസ്തുത തിരയാതെ നിങ്ങളിട്ട ഈ പോസ്റ്റ്, എനിക്കറിയില്ല ഇയാൾ ആരാണ് എന്നുള്ളത്. ഞാൻ അന്വേഷിച്ചു ഈ ആൾ ആരാണ്, ഈ വ്യക്തി ആരാണ്, ഈ പോസ്റ്റ് ഇട്ട ആൾ ആരാണ് എന്ന് അന്വേഷിച്ചു. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ മഴൂർ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ആ മഴൂർ മഹലിലെ ഒരു അംഗമാണ് ഞാൻ. ഞങ്ങൾ മഴൂരുകാരെ സംബന്ധിച്ച് ആ മഴൂർ ജുമാ മസ്ജിദിനെ അപമാനിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നിട്ടുള്ളത്. ഈ കൃഷ്ണേട്ടൻ എന്ന് പറയുന്നയാൾ ഞങ്ങളുടെ നാട്ടിനടുത്തുള്ള ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം മീഡിയ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം കോവിഡ് കാലത്ത് ഒരു ദിവസം ഇത്തരത്തിൽ പള്ളികൾ അടച്ചതൊക്കെ നമുക്കറിയാം. എല്ലാ ആരാധനാലയങ്ങളും അടച്ചിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോവിഡ് കാലത്ത്. അന്ന് ആ കോവിഡ് കാലത്ത് പള്ളികൾ ഉൾപ്പെടെ അടച്ചിരുന്ന കാലത്ത് ആരാധന മുടങ്ങരുത് എന്ന് കരുതി ഈ പള്ളിയുടെ അടുത്തുള്ള ഇത് മതപരമായ ചടങ്ങുകൾ അറിയുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ അവിടെ വന്ന് കൃത്യമായി എല്ലാ ദിവസവും നിസ്കരിച്ചു പോകാറുണ്ട്. അതാണ് കൃഷ്ണേട്ടൻ പകർത്തിയത്. ആ പകർത്തിയ ചിത്രം അതിന്റെ അടിക്കുറിപ്പോടുകൂടി, അതായത് ഈ അന്ന് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഏകനായി പ്രാർത്ഥന നടത്തുന്ന വ്യക്തി എന്നുള്ളത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഖതീബ് എന്ന രീതിയിലാണ്, ഒരു വ്യക്തി എന്ന രീതിയിലാണ് അന്ന് കൊടുത്തത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഓർമ്മ. കാരണം ആ ഫോട്ടോ അന്ന് ഞങ്ങൾ നാട്ടുകാരൊക്കെ കണ്ട് അന്ന് ഈ ഫോട്ടോ എടുത്ത കൃഷ്ണേട്ടനോട് നമ്മൾ വളരെ നന്നായിരുന്നു പടം എന്ന് പറഞ്ഞതാണ്. അതിൽ ജുമുഅ എന്ന പരാമർശം ഉണ്ടായിരുന്നില്ല, അതിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏകനായി ജുമുഅ നിസ്കരിക്കുന്നു എന്നുള്ള പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമീർ എന്ന് പറയുന്നയാൾ ഷെയർ ചെയ്ത ഈ ചിത്രത്തിൽ ജുമുഅ എന്ന വാക്കുണ്ട്. എന്തിനാണ് സുഹൃത്തെ, ഞാൻ ഈ സമീറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അയാൾ ഒരു ഗായകനാണെന്നൊക്കെ അറിയുന്നത്. ഗായകൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരനല്ലേ? ഒരു കലാകാരൻ പോസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു ഉത്തരവാദിത്തമില്ലേ സമൂഹത്തോട്? കാരണം ഈ സമൂഹത്തിൽ നടക്കുന്ന അത് നിജസ്ഥിതിയുള്ളതാണോ? അതിന്റെ വസ്തുത എന്താണ്? കണ്ണൂർ മഴൂരിലെ ജുമാ മസ്ജിദിൽ എന്ന് പറയുമ്പോൾ ആ കണ്ണൂരിൽ വിളിച്ച് അന്വേഷിക്കാമല്ലോ മഴൂർ എവിടെയാണെന്ന്. ആ ജുമാ മസ്ജിദിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ജുമുഅ ഏകനായി നിസ്കരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ വർഷങ്ങൾക്ക് മുൻപെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് ഇന്നലെ വന്ന പോലെ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അങ്ങേയറ്റം ഹീനമാണ്. ആ നിങ്ങളുടെ പോസ്റ്റിനടിയിലുള്ള കമന്റ് കണ്ടു, കൃഷ്ണ നീ ആരാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ ഖതീബ് എന്ന രീതിയിൽ ആ സഹോദരനെ പരിഹസിക്കുന്ന രീതിയിൽ പോകുമ്പോൾ നിങ്ങൾ വർഗീയതയ്ക്ക് വേരിടുകയാണോ ചെയ്യുന്നത്? ഈ പൊതുവെ ഈ സംഘപരിവാർ ഫാസിസം പോലുള്ള കാര്യങ്ങൾ നടക്കുന്ന ഇവിടെ ആ സംഘപരിവാറിന് വളക്കൂറ് നൽകുന്ന ഒരു ഗായകനാണോ നിങ്ങൾ? ഒരു ഗായകനാണോ, ഒരു കലാകാരനാണോ നിങ്ങൾ? എന്ത് ഹീനമായിട്ടാണ് ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുന്നത്? അവർ നമ്മുടെ സഹോദരനല്ലേ? അയാൾ ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ അയാൾക്ക് പഴി കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൽ, ഈ വസ്തുത അന്വേഷിക്കാത്തതിൽ നിങ്ങളോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പരക്കുകയാണ്. ഈ വ്യാജ പ്രചരണത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി നിങ്ങളാണ്. അതിന് തെറ്റുപറ്റി എന്ന രീതിയിൽ നിങ്ങൾ അത് കൃത്യമായി തന്നെ ആ പോസ്റ്റ് പിൻവലിക്കണം. പിൻവലിച്ചില്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഞങ്ങളടക്കമുള്ള മഴൂരിലെ സമൂഹം, പൂമംഗലത്തെ മഴൂർ മഹലിലെ സമൂഹം തയ്യാറാകും. ഇല്ലെങ്കിൽ കൃഷ്ണേട്ടൻ അടക്കമുള്ള ആളുകളോട് പറഞ്ഞ് നിങ്ങൾക്കെതിരെയുള്ള നിയമ നടപടി, അദ്ദേഹത്തെ നിങ്ങൾ വ്യക്തിപരമായി അപമാനിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഉണ്ടാക്കിയത്. മഴൂർ എന്ന് പറയുന്നത്, ഈ മഴൂർ ജുമാ മസ്ജിദിന്റെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മതമൈത്രിക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഇടമാണ് മഴൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് മഴൂരിലെ ജുമാ മസ്ജിദിൽ നടന്ന ഒരു നോമ്പ് തുറയുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണണം, ഞാൻ കാണിച്ചു തരാം. മഴൂർ സ്വദേശിയായ ഇസ്മായിൽ പോസ്റ്റ് ചെയ്തതാ. മഴൂർ ജുമാ മസ്ജിദിൽ ചിറക് പ്രവാസി സ്വാശ്രയ സംഘം കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന്, അത് ഹൈന്ദവ സഹോദരങ്ങൾ മഴൂർ ജുമാ മസ്ജിദിൽ വന്ന് ഇഫ്താർ വിരുന്ന് നടത്തിയ ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഭേദമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടുത്തെ CPM-കാരനും കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരനും BJP-കാരനും പോലും ഏകോദര സഹോദരങ്ങളെ പോലെ പള്ളിയിലെ പരിപാടിയിലും, നേരെ മറിച്ച് ബലഭദ്രസ്വാമി ക്ഷേത്രത്തിലെ പരിപാടിയിലും, പൂമംഗലം സോമേശ്വരി ക്ഷേത്രത്തിലെ പരിപാടിയിലും ഏകോദര സഹോദരങ്ങളായിരിക്കുന്ന മണ്ണാണിത്. ആ മണ്ണിലെ മനുഷ്യരെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല. നിയമപരമായി നീങ്ങേണ്ടടുത്ത് നിയമപരമായി നീങ്ങും. അതിനപ്പുറത്ത് ജനങ്ങൾ എന്ന രീതിയിൽ ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെയും നീങ്ങും എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. നിങ്ങളൊരു ഗായകനാണെങ്കിൽ, കലാകാരനാണെങ്കിൽ അല്പം പക്വത കാണിക്കുക. വസ്തുതകൾ മനസ്സിലാക്കി, വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് കാലത്ത് വന്ന ഒരു സാധാരണ ഫോട്ടോ എടുത്ത് അതിന്റെ അടിക്കുറിപ്പ് ആരോ എഡിറ്റ് ചെയ്ത സംഭവം എടുത്ത് മാറ്റി ഇങ്ങനെ ഹീനമായ പ്രചരണം നടത്തരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.
അപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായല്ലോ. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളൊന്നും അപ്പടി കണ്ണടച്ച് വിശ്വസിക്കരുത്. എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൽ നമ്മൾ നന്നായിട്ട് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ വാട്സപ്പിലാണെങ്കിലും അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ നമ്മൾ പോസ്റ്റ് ചെയ്യാനോ പാടുള്ളൂ. ഏതായാലും ഈ ഒരു വിഷയം നിങ്ങൾ ആദ്യമായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. അതെല്ലാം മുൻപ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വിഷയം വന്നിട്ടുണ്ട്, ഇപ്പോഴാണ് സത്യാവസ്ഥ അറിയുന്നതെങ്കിൽ ആ വിവരങ്ങളും കൂടി പങ്കുവെക്കാൻ മറക്കരുത്.